ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തീ കളി ഈ കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാടെ തമ്മിൽ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെ ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം നാടകമേ ഉലകം നാടകമേ ഉലകം നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണ പിങ്ങനെ അങ്ങനെ തമ്മിൽ കുത്തും നാടകമേ ഉലകം നാടകമേ ഉലകം നാടകമേ ഉലകം. പ്രിയ പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് നാടകമേ ഉലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാടകമേ ഉലകം നാടകമേ ഉലകം. സിനിമയുമായി ഏറെ സാദൃശ്യമുള്ള ഒരു എൻ്റർടൈനറായി മാറിയിട്ടുണ്ട് വർത്തമാനകാല രാഷ്ട്രീയവും. ഭരിക്കുന്ന വകുപ്പിനെപ്പറ്റി ചുക്കും മത്തങ്ങയും അറിഞ്ഞുകൂടെങ്കിലെന്ത്, വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞ് ആളുകളെ ചിരിപ്പിക്കാനുള്ള സിദ്ധി ജന്മനാ തന്നെ ചിലർക്ക് കിട്ടിയിട്ടുണ്ട്. മികച്ച രണ്ടാമത്തെ കഥാചിത്രം മൈ ലൈഫ് പാർട്ണർ. മികച്ച നടൻ നിവിൻ പോളി. രണ്ടുപേരാണ് അത് ഷെയർ ചെയ്യുന്നത്. ഒന്ന് നിവിൻ പോളി, രണ്ട് സുദേവ് നായർ. മികച്ച നടി ന്യൂസിയ നസീം. നസിയ നസീം. Hello. Hello. Speak to me. നസ്രിയ നസീം. Listen. ചിത്രങ്ങൾ ഓം ശാന്തി ഓശാന, ബാംഗ്ലൂർ ഡേയ്സ്. ന്യൂസിയ നസീം. നസിയ നസീം. വല്ലപ്പോഴും പല്ലൊക്കെ തേച്ച് നാക്കൊക്കെ പഠിക്കണം, ഇല്ലെങ്കിൽ കൊയകൊയാന്നിരിക്കും. മികച്ച പെൺ ബാലതാരം. മികച്ച പെൺ ബാലതാരം അന്ന ഫാത്തിമ. ചിത്രം രണ്ട് പെൺകുട്ടികൾ. മികച്ച പിന്നണി ഗായിക ശ്രേയ ഘോഷ്ലാൽ. ശ്രേയ ഘോഷ്ലാൽ. ഗാനം വിജനതയിൽ പാതി വഴി തീരുന്നു. മികച്ച സംവിധായകൻ ബിജിബാൽ. ശാസ്ത്രീയ സംഗീതം, പശ്ചാത്തല സംഗീതം. കുറെ പൊക്കമുണ്ടെന്നല്ലാതെ യാതൊരു ബുദ്ധിയില്ല. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? വയറ് ചിരിച്ചു വേദന. ഞാനിവിടെ ഇത്തവണ ഹാസ്യനടനുള്ള പ്രത്യേക അവാർഡ് ഇല്ലെങ്കിലെന്ത്, ആ ഒരു കുറവ് ശ്രീമാൻ തിരുവഞ്ചൂർ സാർ ഭംഗിയായി തന്നെ കൈകാര്യം ചെയ്തു കളഞ്ഞു. ന്യൂസിയ നസീം. നസിയ നസീം. വല്ലപ്പോഴും പല്ലൊക്കെ തേച്ച് നാക്കൊക്കെ പഠിക്കണം, ഇല്ലെങ്കിൽ കൊയകൊയാന്നിരിക്കും. സപ്തമശ്രീ തസ്കരാഹ എന്ന ചിത്രത്തിന്റെ പേരെങ്ങാനും പറയേണ്ടി വന്നിരുന്നെങ്കിൽ എന്തായനെ സ്ഥിതി. നാടകമേ ഉലകം നാടകമേ ഉലകം. ജൂറി മഹാന്മാരുടെ വിധിവാക്യം കേട്ടാൽ തന്നെ നമ്മൾ വിജൃംഭിതരായി പോകും. ഒരു കീറ് നല്ല നടനുള്ള അവാർഡ് കിട്ടിയ മലയാളത്തിൻ്റെ മുറ്റൻ നടൻ നിവിൻ പോളിയെക്കുറിച്ച് ജൂറിയുടെ വിലയിരുത്തൽ ഇപ്രകാരമായിരുന്നു. ചില സാമ്പിൾ വിധിവാചകങ്ങൾ. പാത്രാവിഷ്കാരത്തിൽ അവനവനെ ത്യജിച്ചുള്ള പകർനാട്ടത്തിലെ അനായാസതയ്ക്ക്. പകർനാട്ടത്തിലെ അനായാസത എന്ന് വെച്ചാൽ എന്തുവാ? അയാള് അത്രയ്ക്ക് അങ്ങോട്ട് കേമനായ നടനാണോ? ഉറപ്പിച്ചങ്ങോട്ട് ചോദിച്ചാ അല്ല, അല്ലേന്ന് തറപ്പിച്ചങ്ങോട്ട് ചോദിച്ചാലോ പകർനാട്ടക്കാരൻ തന്നെ പതറിപ്പോകും. നല്ല പകർനാട്ടക്കാരനുള്ള മറ്റേ കീറ് കിട്ടിയ ആളെപ്പറ്റി എന്തൊക്കെയാ ജൂറി മഹാന്മാര് പറഞ്ഞതെന്നറിയൂ? കഥാപാത്രത്തിന്റെ നിശ്ചിത തീഷ്ണഭാവങ്ങളെ അരികുകളിൽ വരെ സൂക്ഷ്മമായി സന്നിവേശിപ്പിച്ചുകൊണ്ടുള്ള പ്രകാശനത്തിന്. ഇതിൽ കൂടുതൽ ഇനി എന്താ മനസ്സിലാക്കാൻ? ജൂറിയുടെ വിധി വായിച്ചു കേട്ട നമ്മുടെ നടൻ ജയസൂര്യ അന്ന് കിടന്ന കിടപ്പ. അത് കലക്കി. ഈ പുതപ്പിനുള്ളിൽ എൻ്റെ കൈയുണ്ട്, വേണമെങ്കിൽ ഒരു ഷെക്കൻ്റെ ഒക്കെ ആവാം. ഇനി തിരക്കഥാകൃത്തിനെ പറ്റി പറഞ്ഞത് ശ്രദ്ധിക്കാം. 3 ധാരകളായി പതഞ്ഞൊഴുകുന്ന ജീവിത ചാലുകളെ ഒന്നിന്റെ അനുബന്ധവും പൂരകവുമായി നിവേശിപ്പിക്കുന്ന എഴുത്തുവഴിയിൽ വിളങ്ങിയ
കാഴ്ച സ്രോതസ്സുകളുടെ മികവിന്. തിരിച്ചൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. ജൂറികളുടെ വിധിയാണ്, അത് അന്തിമമാണ്. അന്തിമം എന്ന് വെച്ചാൽ അവസാനം, എൻ്റെ, ശുഭം, മരണം എന്നൊക്കെയാണ് അതിനർത്ഥം. കഠിനം, ബഹുകഠിനം. എഴുത്തിൻ്റെ വഴി നിൽക്കുന്ന പാവം മേനോത്തിക്കുട്ടിയുടെ തലയ്ക്ക് മീതെ ഈ വക അക്ഷരക്കല്ല് വൃഷ്ടി നടത്തി ബുദ്ധി പൊട്ടിക്കണമായിരുന്നോ? മികച്ച അഭിനേത്രിയായി തിരഞ്ഞെടുത്ത നസ്രിയെക്കുറിച്ച് പറഞ്ഞത് കേട്ട പെറ്റ തള്ള സഹിക്കില്ല. കഥാപാത്രങ്ങളുടെ ഭാവസൂക്ഷ്മങ്ങളിലെ പ്രസരിപ്പിനെയും നിസ്സഹായതയും ആത്മാവിലേക്ക് ആവാഹിച്ചുകൊണ്ട് അനായാസ സുന്ദരമായി കാഴ്ചവെച്ച പ്രകാശനത്തിന്. അവൾക്ക് ദിവ്യത്വം ഇല്ല എന്ന് സമർത്ഥിക്കാനായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളാണ് അദ്ദേഹം ഇപ്പൊ പറയണത്. എന്തൊക്കെയാ പറയണത്? ഇതിനൊക്കെ എന്തെന്നാ ഇപ്പൊ പറയുക? എന്തായാലും ഒരു തിരിച്ചുവരവിനെ നസ്രിയ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇതും ഇതിലപ്പുറവും കേൾക്കും. കഥാപാത്രങ്ങളുടെ ഭാവസൂക്ഷ്മങ്ങളിലെ പ്രസരിപ്പിനെയും നിസ്സഹായതയും ആത്മാവിലേക്ക് ആവാഹിച്ചുകൊണ്ട് അനായാസ സുന്ദരമായി കാഴ്ചവെച്ച പ്രകാശനത്തിന്. ജൂറി മഹാന്മാരുടെ വാചകങ്ങൾ വായിച്ചെടുക്കാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ തപ്പിത്തടഞ്ഞെങ്കിൽ അദ്ദേഹത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിനുള്ള മാനസിക വളർച്ച രാധാകൃഷ്ണൻ സാറിനില്ലെന്ന് കണക്കാക്കാം. എങ്കിലും വകുപ്പ് മന്ത്രിയല്ലേ. മികച്ച സംവിധായകൻ ബിജിബാൽ. ശാസ്ത്രീയ സംഗീതം, പശ്ചാത്തല സംഗീതം. ജൂറി ചെയർമാൻ ജോൺ പോളിന്റെ ഈ വാചക ഗരിമ കേട്ട പലരും പറയുന്നു ജോൺ പോൾ ജോൺ ഫൗൾ ആണെന്ന്. സിനിമ അവാർഡിന്റെ ചുവട് പിടിച്ച് രാഷ്ട്രീയത്തിൽ പ്രതിഭാ വിളയാട്ടം നടത്തിയ ചിലർക്കും കിട്ടി നാടകമേ ഉലകം വക ചില അവാർഡുകൾ. സ്വാഭാവിക അഭിനയത്തിലൂടെ KPCC അധ്യക്ഷ പദവിയിലേക്ക് ഉയർന്ന ശ്രീ സുധീരന് നല്ല നടനുള്ള അവാർഡ് കിട്ടി. ചിത്രം ഒരു ചാവക്കാട് പാതിരാ കൊലപാതകം. അതിഥി താരമായി വന്ന് മാധ്യമ പ്രേക്ഷക ഹൃദയങ്ങളെ ഇളക്കിയിട്ടിട്ടു പോയ മിസ്സിസ് സരിത നായരാണ് പ്രത്യേക ജൂറി പുരസ്കാരത്തിന് വിധേയയായത്. കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. മികച്ച സ്വഭാവ നടൻ. ഉത്സവത്തിന്റെ പരിപാടിയൊന്നല്ല നടക്കുന്നത്. ഇത് CPIM-ന്റെ സമ്മേളനമാണ്. CPIM-ന്റെ സമ്മേളനത്തിൽ സാധാരണഗതിയിൽ പാലിക്കേണ്ട അച്ചടക്കമുണ്ട്. ഇവിടെ ഏതാനും വഷളന്മാർ വന്ന് ആ വഷളത്തരങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോട് എനിക്ക് തീരാത്തത്ര കിടപ്പാടുകളുണ്ട്. ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? ഒരു നിമിഷം ഒന്ന് ഓർമ്മിച്ചു പോയെന്നേ ഉള്ളൂ. വിഷമം തോന്നിക്ക് ക്ഷമിക്കണം. ക്ഷമ ചോദിക്കാൻ എന്ത് തെറ്റ് ആൻസി ചെയ്ത നമ്മൾ തമ്മിൽ കടപ്പാടിന്റെ കണക്കെടുക്കുന്ന ആവശ്യമില്ല. ഒന്നാലോചിച്ചാൽ പിരിഞ്ഞു പോകുന്നതാണ് നല്ലത്. മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. മികച്ച ഗായകൻ. ചിത്രം നോട്ടെണ്ണൽ മെഷീൻ. നയാ പൈസയില്ല കയ്യിലൊരു നയാ പൈസയില്ല, നയാ പൈസയില്ല കയ്യിലൊരു നയാ പൈസയില്ല, നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല, നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല. വില്ലൻ വേഷത്തിലൂടെ
തിളയ്ക്കുന്ന പ്രകടനം കാഴ്ചവെച്ച ശ്രീ PC ജോർജ് മികച്ച വില്ലിനുള്ള അവാർഡ് നേടി. പണ്ടൊരു കാട്ടിലൊരാൺ സിംഹം മതിച്ചു വാണിരുന്നു. മനസ്സിലായോ? ഞാനങ്ങനെ പെണ്ണ് പിടിച്ച് കിടക്കുന്നതല്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ ആദ്യം ചീഫ് വിപ്പിനെ കാണുമ്പോൾ ചീഫ് വിപ്പ് അന്ന് ഒരു പെണ്ണ് ഒരു കുട്ടിയായിട്ട് വന്നു കഴിഞ്ഞിട്ട് ഞാൻ 2000 രൂപ ഇയാളെ കൊണ്ട് കൊടുപ്പിച്ചാണ് പറഞ്ഞു കുട്ടിച്ചത് കേട്ടോ. ആദ്യം നിയമസഭ വന്നപ്പോൾ കേട്ടോ. ഞാനങ്ങനെ പെണ്ണ് പിടിച്ച് കിടക്കുന്നതല്ലെന്ന് പറഞ്ഞില്ലേ? 31 കൊല്ലം മുമ്പ് എനിക്കെതിരെ കേസ് വന്നിട്ട് ആ കേസിലെ വാദിയായ സ്ത്രീയെ 500 രൂപ ഫൈൻ ചെയ്ത് ആ രൂപ മേടിച്ച് പോക്കറ്റിട്ട് എന്നെപ്പറ്റി വൃത്തികേട് പറഞ്ഞാൽ അതിന് മറുപടി ശുദ്ധ മലയാളത്തിൽ പറയുന്നത് മര്യാദകളായിട്ട് പറയാതിരിക്കുക. ഗൗരവ വയസ്സ് 90 ആയില്ലേ? ക്ഷമിക്കുന്നേ, 90 വയസ്സ് TV തോമസിന് ഓർത്തോണ്ടിരുന്ന് പറഞ്ഞതായിരിക്കും. സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ ഡൈനാമിക് അവാർഡ് ശ്രീ ഉമ്മച്ചന്. കരക്കാര് പറയണെന്ന് ഉടനെയാണ് കേട്ടാ. ഞാനവനെ കണ്ട് ഞങ്ങൾ തമ്മിൽ 1-2 പറയുകയും ചെയ്തു. ആൾക്കാര് പറയണ പോലെ കടലിൽ വെച്ച് ഒരാരെയും ചെയ്യുവാടാ. പിന്നെ ആര് ചെയ്ത്? വിശേഷപ്പെട്ട മറ്റൊരു കോമഡി നടനുള്ള അവാർഡ് അബ്ദുൾ റബ്ബും തിരുവഞ്ചൂരും കൂടി പങ്കിട്ടെടുത്തു. പ്രശ്നം പറ്റിയത് ഈ പ്രാവശ്യം അവർ കഴിഞ്ഞ 3 തവണ ഉപയോഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയൊരു സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിച്ചത്. NIC ആണ് ഉപയോഗിച്ചത്. അതിൽ വന്നിട്ടുള്ള അപാകതകളാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. 0.97, 0.87 എന്ന് പറഞ്ഞ് 2 ജില്ല വന്നു, കണ്ണൂരും കോഴിക്കോടും. അപ്പോൾ അതിൽ കോഴിക്കോടിന് പകരം കണ്ണൂർ എന്ന് കൊടുത്തു. അങ്ങനെയുള്ള 1-2 ചെറിയ മിസ്റ്റേക്സ് ആണ് വന്നിട്ടുള്ളത്. മികച്ച നടി ന്യൂസിയ നസീം, നസ്രിയ നസീം. ചിരിപ്പിക്കുന്ന സമര പ്രകടനങ്ങളുമായി വിജയകരമായി പരാജയം നേരിട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇടതുപക്ഷം ഇത്തവണ സംഘടിപ്പിച്ചത് ഒരു പ്രതിഷേധ കൂട്ടായ്മയാണ്. ഇന്ന് ആഗസ്റ്റ് 11 ദേശീയ പ്രക്ഷോഭത്തിൽ കേരളീയർ അണിനിരന്നു. ജനങ്ങൾക്ക് ഒരു വിധത്തിലുമുള്ള ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് തീർച്ചപ്പെടുത്തിയുള്ളതായിരുന്നു പുതിയ പ്രതിഷേധ കൂട്ടായ്മ. In the last 1 year of this BJP government, the number of farmers in our country who committed suicides has increased by 26%. അങ്ങനെയൊക്കെയാണ് പല സമരങ്ങൾക്കും തുടക്കമിട്ടത്. സഖാവ് പ്രകാശ് കാരാട്ടും മുഖ്യമന്ത്രി സഖാവ് VS അടക്കമുള്ള നേതാക്കളെ, സഖാക്കളെ, സഹോദരന്മാർ, കേരളത്തിൻ്റെ ജനവികാരം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു പരിപാടി ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. മുദ്രാവാക്യം പഴയത് തന്നെ, മുഖ്യമന്ത്രി രാജിവെക്കണം.
രാപകൽ സമരം, അടുപ്പുകൂട്ടൽ സമരം, അഗ്നിശൃംഖല, ഇടയ്ക്ക് ഒരു വഴിതടയൽ സമരത്തോടെയാണ് ഈ സമരങ്ങളുടെ ബലം ഒന്ന് കുറഞ്ഞത്. പിന്നെ നിങ്ങൾ ഇവിടെ വന്നിരുന്നാ പിന്നെ അവരെന്ത് ചെയ്യും? അവരുടെ ജീവിതം പണ്ട് മനുഷ്യച്ചങ്ങല എന്ന തകർപ്പൻ സമരമുദ്രയുമായി വന്നവരാണ് ഇപ്പോൾ അങ്ങനെ നിൽക്കാൻ ആളെ കിട്ടില്ലെന്ന് ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും പോലെ ഇടതുപക്ഷത്തിനും നന്നായി അറിയാം. ഏതായാലും പുതിയ സമരം വിജയിച്ചതായി സമാശ്വസിക്കാം. പിണറായിക്കും കൊടിയേരിക്കും. കേന്ദ്ര ഭരണവും പോകും, ഈ സംസ്ഥാന ഭരണവും പോകും. അതിനുവേണ്ടിയുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ ഭാഗമാണ് ഈ കേരളത്തിലുടനീളം നടക്കുന്ന ഈ സമരം എന്നവർ മനസ്സിലാക്കണം. ഇത് ഒരു പ്രതിഷേധ കൂട്ടായ്മയാണ്. 5 എങ്കിൽ 5, അതും ഒരു കൂട്ടായ്മ തന്നെയാണ്. നാടകമേ ഉലകം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണും വരെ ഗുഡ് ബൈ. ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തീ കളി ഈ കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാടെ തമ്മിൽ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെയും ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം. നാടകമേ ഉലകം, നാടകമേ ഉലകം. ഇവയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണം ഇങ്ങനെ അങ്ങനെ തമ്മിൽ കുത്തും. നാടകമേ ഉലകം. മൂക്കില്ല മൂക്കന്റെ വാക്കിനു തൂക്കം, നാക്കിന് താക്കം, നോക്കിനു തക്കം. ദിക്കാകെ തെറ്റി തിക്കി ചായ വളർത്തി മേനി മിനുക്കി പാരാകെ പാടി നടക്കും തന്നുടെ മേനികൾ നാടും വീടും തോടും മേടും കാടും തന്നുടേതാക്കും ചട്ടം. നാടകമേ ഉലകം, നാടകമേ ഉലകം.